ചേർത്തല അന്ധകാരനഴി തൈക്കൽ തീരദേശ റോഡിൻ്റെ റീടാറിങ്ങിനായി 3 കോടി രൂപ അനുവദിച്ചു. ചേർത്തല എംഎൽഎയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. തീരദേശ റോഡിലെ കുഴി അടയ്ക്കുന്ന കാര്യത്തിൽ ചിലർ തടസ്സം നിൽക്കുന്നുവെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന സമരവും ഈ തീരുമാനവും തമ്മിൽ ബന്ധമില്ലെന്നും പി പ്രസാദ് വ്യക്തമാക്കി. മന്ത്രി ചേരുന്നു. തൈക്കൽ ജംഗ്ഷൻ മുതൽ അന്ധകാരനഴി വരെയുള്ള ഭാഗം പുതുതായി ടാർ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റിലേക്ക് ഞാൻ തന്നെ പ്രപ്പോസൽ കൊടുത്തിരുന്നതാണ്. ആ പ്രപ്പോസലിന്റെ ഭാഗമായി അവര് അതിന്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിനു ശേഷം പ്രത്യേകമായ പരിഗണന നൽകേണ്ടതാണ്. മറ്റു റോഡുകളുടെ കൂട്ടത്തിൽ വരുന്നതായിരുന്നില്ല ഇത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ പരിഗണന നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക പരിഗണന ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുക, മറ്റു നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് PWD നമുക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസുമായി യോഗം ചേരുകയുണ്ടായി. ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട PWD സെക്രട്ടറി അടക്കം ഉള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ തൈക്കൽ ജംഗ്ഷൻ മുതൽ അന്ധകാരനഴി വരെയുള്ള ഭാഗം റീടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 കോടി രൂപ അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. നേരത്തെ തന്നെയും അതിന്റെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി അവിടെ ചെല്ലുന്ന അവസരത്തിൽ തടസ്സപ്പെടുത്തുന്ന സമയം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലങ്ങളായി ആ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെയും ഈ പുതിയതായി റീടാറിങ്ങും എന്നതാണ് നമ്മൾ വെച്ചിരുന്ന നിർദ്ദേശം തന്നെ. ഇപ്പോൾ റീടാറിങ് എന്നുള്ള നിർദ്ദേശത്തിന് നമ്മുടെ ഒരു അഭിപ്രായത്തിന് അത് അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ഉത്തരവും ഇന്ന് തന്നെ ഇറങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ സമരം മാത്രമാണത്. അതവിടെ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ പറയല്ല, ഞങ്ങൾ വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചുറച്ചൊരു കാര്യം ഇന്ന് നടപ്പിലാവുന്നു എന്നുള്ളതാണ്. ആ സമരവും ഈ തീരുമാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവർക്കാർക്ക് ഇക്കാര്യത്തിൽ അതിൽ ഇടപെടലുമില്ല. പ്രാദേശികമായവരൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ റോഡൊക്കെ ചെയ്യണം എന്ന് പറയാറുണ്ട്. അതല്ലാതെ ഈ സമരത്തെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ സമരവും ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ഒറ്റയടിക്കത്തുമില്ല. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ എല്ലാം എടുത്താണ്. ഈ സമരത്തിന്റെ ദിവസത്തിന് എസ്റ്റിമേറ്റ് എടുക്കുന്നതല്ല. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർദ്ദേശം കൊടുത്തിട്ടാണ് എസ്റ്റിമേറ്റ് എടുക്കാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു. അതിനനുസരിച്ചിട്ടാണ് അന്തിമമായി ഇത് തുക അനുവദിക്കുന്നതിലേക്ക് എത്തിയത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയും ചിലപ്പം സമരരംഗത്തേക്ക് നീങ്ങിയേക്കാം. ഞങ്ങളൊക്കെ സമരം ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ ലഭ്യമാകുന്നത് എന്ന് വരുത്താനുള്ള ശ്രമവും ഉണ്ടായേക്കാം. തകർന്നു കിടക്കുന്ന റോഡിന്റെ റീടാറിങ്ങിനാണ് പൊതുമരാമത്ത് വകുപ്പ് 3 കോടി അനുവദിച്ചിട്ടുള്ളത്. ടെൻഡർ വിളിച്ച ശേഷം തുടർ നടപടികൾ ആരംഭിക്കും. കുഴിയടയ്ക്കാൻ ചിലർ തടസ്സം നിൽക്കുന്നുണ്ട്. അതിന് പിന്നിൽ രാഷ്ട്രീയമാണ്. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ഉപവാസ സമരവും റീടാറിങ്ങിന് 3 കോടി അനുവദിച്ചതുമായി യാതൊരുവിധ ബന്ധവുമില്ല. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു.